ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെസന്റെ പേര് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ്. അതൊരു ഗംഭീരൻ സ്റ്റോറിയാണ്. എഴുതിയിരിക്കുന്നത് ഐറിഷ് റൈറ്റർ ആയിട്ടുള്ള ലിയാമോ ഫ്ലാഹറ്റിയാണ്. ഈ സ്റ്റോറി എന്തിനെ കുറിച്ചാണെന്ന് നോക്കാം. ലെറ്റ് us read the story of a young seagull that was afraid to make its first flight. ഒരു യങ് സീഗളാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. സീഗൾ എന്താണ്? കടൽക്കാക്കയാണ്. കടൽക്കാക്കയാണ് നമ്മൾ സീഗൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ആദ്യമായി പറക്കാൻ ഒരു പക്ഷി ഉണ്ടായി. അത് ആദ്യമായി പറക്കാൻ കാണിക്കുന്ന ആ ഭയം ഉണ്ടാവില്ലേ, അതിനെയൊക്കെ മറികടന്ന് how its parents goaded it into action and thereby equipped it to face the challenges of life. ഗോഡഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ റിയാക്ട് ചെയ്യുന്നത് വരെ അവരിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാണ് ഗോഡഡ് എന്ന് പറയുക. അപ്പം ഇവിടെ യങ് സീകൾ പറക്കുന്നത് വരെ അവരുടെ പേരൻസ് അതിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന് പറക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ആ പേരൻസ് ആ സീകളിനെ പറക്കാൻ വേണ്ടി ഗോഡഡ് ചെയ്യുന്നത്? അതുവഴി മുന്നോട്ടുള്ള ജീവിതത്തിലെ ഉണ്ടാവാൻ പോകുന്ന വെല്ലുവിളികളെയൊക്കെ, ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളി, ചലഞ്ചസിനെയൊക്കെ നേരിടാൻ അതിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റോറി. എക്വിപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ പാറക്കഷ്ണത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള കൂർത്ത ഭാഗത്തിനെയാണ് ലെഡ്ജ് എന്ന് പറയുക. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. അപ്പം നമ്മുടെ യങ് സീഗള് ആ ലെഡ്ജിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. His two brothers and his sister had already flown away the day before. ഒരു ദിവസം മുമ്പ് തന്നെ അവന്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും പറന്നു പോയിട്ടുണ്ട്. He had been afraid to fly with them. അവന് അവരുടെ കൂടെ പറന്നു പോകാൻ വേണ്ടിയിട്ട് പേടിയായിരുന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. എങ്ങനെയൊക്കെയോ അവൻ അതിന്റെ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ലെഡ്ജിന്റെ ഏറ്റവും എക്സ്ട്രീം എഡ്ജിനെയാണ്, ആ അറ്റത്തിനെയാണ് ബ്രിങ്ക് എന്ന് പറയുക. ആ ലെഡ്ജിന്റെ അറ്റത്തെത്തി ഫ്ലാപ്പ് ഹിസ് വിങ്സ്. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ചിറകടിക്കുക. ചിറകടിച്ച് പറക്കാൻ നോക്കിയപ്പോഴും ഹി ബിക്കെയിം അഫ്രൈഡ്. അവന് പേടിയായി. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. താഴെ നോക്കുമ്പോൾ എന്താണ്? ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ ആണ്. കടലിങ്ങനെ വിസ്തരിച്ച് നിൽക്കുകയാണ്. അത് നോക്കുമ്പോഴും അവന് ഭയങ്കര പേടിയാണ്. ഹി ഫെൽറ്റ് സർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ ഒരു കാര്യം ഉറപ്പായി, അവൻ്റെ വിങ്സ്, അവൻ്റെ ചിറകുകൾ എന്തായാലും അവനെ സപ്പോർട്ട് ചെയ്യില്ല. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് അവൻ്റെ തലയൊക്കെ ഉള്ളിലാക്കി ആ തലേ ദിവസം രാത്രി അവൻ നിന്നിരുന്ന ആ ലെഡ്ജിലെ കുഞ്ഞു മാളത്തിനകത്തോട്ട് തന്നെ തിരിച്ചുപോയി. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഹൂസ് വിങ്സ് വർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അപ്പം അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും വിങ്സ് എങ്ങനെയാണ്? ഇവൻ്റെ വിങ്സിനേക്കാളും ഫാർ ഷോർട്ടറാണ്, കുറേ ചെറുതാണ്. എന്നിട്ട് പോലും അവരെന്ത് ചെയ്തു? റാൻ ടു ദ ബ്രിങ്ക്. ആ ലെഡ്ജിൻ്റെ അറ്റത്തോട്ട് വന്നു. ഫ്ലാപ്ഡ് ദെയർ വിങ്സ്. അവരുടെ ചിറകൊക്കെ അടിച്ചു. എന്നിട്ട് ആൻഡ് ഫ്ലൂ അവേ. അവര് പറന്നുപോയി. ഇതൊക്കെ നോക്കിക്കാണുമ്പോഴും ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർ ടു ഹിം സോ ഡെസ്പെറേറ്റ്. അവന് അങ്ങനെ ചെയ്യാനുള്ള, പ്ലഞ്ച് എന്ന് പറഞ്ഞ കുതിപ്പ്, അങ്ങനെ ഒരു കുതിച്ചു ചാടാനുള്ള ആ കറേജ്, ധൈര്യം സംഭരിക്കാൻ അവന് സാധിച്ചില്ല. മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുക. അതവനെ കടുത്ത നിരാശനാക്കി. ഡെസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ നിരാശ. His father and mother had come around calling to him shrilly. അവൻ്റെ അമ്മയും അച്ഛനും എന്ത് ചെയ്തു? അവൻ്റെ ചുറ്റും വന്നു. calling to him shrilly. അവനോട് ഉറക്കെ ഓരോന്ന് പറയാണ്. scolding him. അവനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. threatening to let him starve on his ledge unless he flew away. അവൻ പറന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലെഡ്ജിൽ തന്നെ അവനെ പട്ടിണി കിടത്തുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി, ത്രട്ടൺ ചെയ്തു. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഫോർ ദ ലൈഫ് ഓഫ് ഹിം എന്നുള്ളത് ഇവിടെ ഒരു ഫ്രേസ് ആണ്. ലൈഫ് ഓഫ് ഹിം എന്ന് പറഞ്ഞാൽ
However hard he tried, എത്രത്തോളം ശ്രമിച്ചിട്ടും he could not move, അവന് മൂവ് ചെയ്യാൻ സാധിച്ചില്ല. That was 24 hours ago. ഇതൊക്കെ സംഭവിക്കുന്നത് 24 മണിക്കൂർ മുൻപാണ്. Since then, nobody had come near him. അതിനുശേഷം ആരും തന്നെ അവൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല. The day before, all day long, he had watched his parents flying about with his brothers and sister. കഴിഞ്ഞ ദിവസം all day long, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ്റെ പേരൻസ് എന്ത് ചെയ്യായിരുന്നു? അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും പറക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, അവരുടെ പറക്കലിൽ അവരെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. സ്കിം ദ വേവ്സ് എന്ന് പറഞ്ഞാൽ വേവ്സിൻ്റെ മുകളിലൂടെ ഇങ്ങനെ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ നീന്തുന്നതിനാണ് വേവ്സ് എന്ന് പറയുക. ഡൈവ് ഫോർ ഫിഷ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ ഊളിയിട്ട് പോയി മീൻ പിടിക്കുന്നതിനാണ് ഡൈവ് ഫോർ ഫിഷ് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ അവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും വീട്ടുകാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡീവർ ഇറ്റ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്. ഇവൻ ഇങ്ങനെ ഒരു പാറപ്പുറത്ത് നിന്ന് നോക്കുമ്പം അവൻ്റെ ഓൾഡർ ബ്രദർ, മുതിർന്ന ചേട്ടൻ, ഇങ്ങനെ വെള്ളത്തിലൂടെ പോയിട്ട് അവരുടെ ഫസ്റ്റ് ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തി, അയാളിങ്ങനെ പോയിട്ട് മത്തിയെ ക്യാച്ച് ചെയ്തിട്ട് ഡീവർ ഇറ്റ് എന്ന് പറഞ്ഞാൽ ആർത്തിയോടെ വിഴുങ്ങുന്നതൊക്കെ അവൻ ഇപ്പുറത്തിരുന്ന് കണ്ടു. While his parents circled around raising a proud cackle. ആ സമയത്ത് അവൻ്റെ പേരൻസ് എന്താ ചെയ്തത്? അവൻ്റെ ചുറ്റും ഇങ്ങനെ പറന്ന് നടന്നിട്ട് അവനെ അഭിനന്ദിക്കുന്ന ശബ്ദം ഉണ്ടാക്കി. കാക്കിൾ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ശബ്ദത്തിനാണ് കാക്കിൾ എന്ന് പറയുക. അഭിനന്ദിക്കുന്ന രീതിയിൽ ശബ്ദം ഉണ്ടാക്കി. ആൻഡ് ഓൾ ദ മോർണിംഗ് the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. ഇന്ന് രാവിലെ മുതൽ എന്താ ചെയ്യുന്നത്? അവരൊക്കെ ഓപ്പോസിറ്റ് ക്ലിഫിലാണ്, ഓപ്പോസിറ്റുള്ള കുന്നിൽ. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ പരന്ന പ്രതലത്തിൽ ഒരു ചെറിയ കുന്നുള്ളതാണ് പ്ലാറ്റ്യൂ. ആ പ്ലാറ്റ്യൂവിലാണ് ഇപ്പോൾ അവരുള്ളത്. അവരെന്നിട്ട് എന്താ ചെയ്യുന്നത്? ലാഫിങ് അറ്റ് ഹിസ് കൊവാഡിസ്. ലാഫിങ് അറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കൊവാഡിസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം. ഇവൻ്റെ ഭീരുത്വത്തിന് നേരെ അവർ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്നു വരുന്നുണ്ട്. ബ്ലേസിംഗ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്. തെക്ക് ഭാഗത്തോട്ടാണ് ഇവൻ്റെ ലെഡ്ജ് ഫേസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പം ബ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുക. അപ്പോൾ കത്തിജ്വലിച്ചുയർന്നു വരുന്നുണ്ട്. അപ്പം ഇവൻ്റെ നേരെയാണ് അതുള്ളത്. He felt the heat because he had not eaten since the previous nightfall. അപ്പോൾ അവൻ ആ ചൂടൊക്കെ ഇങ്ങനെ തീക്ഷ്ണമായി അനുഭവപ്പെടുന്നുണ്ട്. കാരണം എന്താ? കഴിഞ്ഞ രാത്രി മുതൽ അവനൊന്നും ഭക്ഷിച്ചിട്ടില്ല. Then he had found a dried piece of mackerel's tail at the far end of his ledge. ആ സമയത്ത് കഴിഞ്ഞ ദിവസം രാത്രി അവൻ എന്തുണ്ടായിരുന്നു കഴിക്കാൻ? A dried piece of mackerel's tail. മക്കറൽ എന്ന് പറഞ്ഞാൽ അയില. അപ്പോൾ അയിലയുടെ വാലിൻ്റെ ഒരു ചെറിയ ഉണങ്ങിയ കഷ്ണം അവിടെ ഉണ്ടായിരുന്നു. അതവൻ ഭക്ഷിച്ചു. Now there was not a single scrap of food left. ഇപ്പം എന്താണ്? ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം പോലും ബാക്കിയില്ല. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ കഷ്ണം. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. അവൻ എവിടെയൊക്കെ നോക്കി? റൂട്ടഡ് എന്ന് പറഞ്ഞാൽ ചകഞ്ഞു നോക്കുക. ഓരോ ഇഞ്ച് സ്ഥലവും ചകഞ്ഞു നോക്കി. ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ്. ഡേർട്ട് കേക്ക്ഡ് എന്ന് പറഞ്ഞാൽ ചളി കൊണ്ട് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള അവരുടെ നെസ്റ്റിൽ, ആ നെസ്റ്റിലാണ് അവനും അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ ഹാച്ചഡ് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ അവനിങ്ങനെ പരതി നോക്കുക, പക്ഷെ അവനൊന്നും കിട്ടുന്നില്ല കഴിക്കാൻ. He even gnawed at the dried pieces of eggshell. അപ്പം ഇവരൊക്കെ വിരിഞ്ഞു വന്നിട്ടുള്ള ആ എഗ്ഗില്ലേ, ആ എഗ്ഗിൻ്റെ തോട് വരെ ഇവൻ കാർന്ന് തിന്നു നോക്കി. gnawed എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നു നോക്കി. പക്ഷെ അത് തിന്നുമ്പോൾ അവൻ എന്താ ഫീൽ ചെയ്യുന്നത്? ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്നത് പോലെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവനത് കഴിക്കാൻ സാധിച്ചില്ല. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. Trotted എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് വേഗം നടക്കുകയോ ഓടുകയോ ചെയ്യുന്ന പ്രക്രിയക്കാണ് ട്രോട്ടഡ് എന്ന് പറയുക. അപ്പോൾ അവൻ പിന്നീട് എന്ത് ചെയ്തു? ആ ലെഡ്ജിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രോട്ട് ചെയ്തുകൊണ്ട് നടന്നു. എന്നിട്ടോ ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി എന്ന് പറഞ്ഞാൽ
വളരെ കെയർഫുള്ളായി അവൻ്റെ കാലുകളൊക്കെ വെച്ചിട്ട് trying to find some means of reaching his parents without having to fly. പറക്കാതെ അവൻ്റെ പേരൻസിൻ്റെ അടുത്തെത്താൻ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് അവൻ നടക്കുന്നത്. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath. പക്ഷേ ഓരോ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ എന്താണ്? ഷീർ പ്രസിപ്പിസ് ആണ്. പ്രസിപ്പിസ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ചെരിവാണ്. അപ്പോൾ ആ ചെരിവിൽ അവന് നടക്കാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ താഴെ എന്താ ഉള്ളത്? സീ ആണ്, കടലാണ്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പേരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അപ്പോൾ അവൻ്റെ പേരൻസിൻ്റെയും ഇടയിൽ വൈഡായിട്ടുള്ള വീതി കൂടിയ ഒരു ക്രാക്ക് ഉണ്ട്, വിടവുണ്ട്. അപ്പോൾ അവനത് പറന്ന് മാത്രമേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ഷുവർലി ഹി കുഡ് റീച്ച് ദം വിത്തൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹി കുഡ് ഓൺലി മൂവ് നോർത്ത്വാർഡ്സ് അലോങ് ദ ക്ലിഫ് ഫേസ്. ആ കുന്നിലൂടെ നോർത്ത് വാർഡ്സ് വടക്കോട്ട് നടന്നാൽ അവൻ ഒരു പക്ഷേ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എത്താൻ പറ്റിയേക്കും. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? പക്ഷെ എന്തിൻ്റെ മുകളിലൂടെയാണ് അവൻ നടക്കുക? അവിടെ നടക്കാൻ സ്ഥലമൊന്നുമില്ല. ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. അവിടെ ലെഡ്ജില്ല, അതവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ, അവനൊരു ഫ്ലൈ ഒന്നും അല്ലല്ലോ. ആൻഡ് എബോവ് ഹിം ഹി കുഡ് സീ നത്തിങ്. അവൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ അവൻ എന്താണ്? ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ദ പ്രസിപ്പിസ് വാസ് ഷിയർ. ആ പ്രസിപ്പിസ്, ആ കുത്തനെയുള്ള ചെരിവ് എങ്ങനെയായിരുന്നു? ഭയങ്കര ആഴത്തിലുള്ളതായിരുന്നു. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ്, അതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ മോൾ ഭാഗം എന്ന് പറയുന്നത് പെർഹാപ്സ് ഒരു പക്ഷേ farther away than the sea beneath him. അവൻ്റെ അവിടുന്ന് സീലോട്ടുള്ള ദൂരത്തിനേക്കാളും കൂടുതലാണ് അങ്ങോട്ടുള്ള നീളം. He stepped slowly out to the brink of the ledge. അവൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ആ ലെഡ്ജിൻ്റെ ഏറ്റവും അറ്റത്തെത്തി. ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം അറ്റം. And standing on one leg with the other leg hidden under his wing. എന്നിട്ട് ഒരു കാലിൽ നിന്നിട്ട് ഒരു കാൽ അവൻ്റെ ചിറകുകൾക്കുള്ളിലാക്കി. He closed one eye. ഒരു കണ്ണടച്ചു. And then the other. എന്നിട്ട് രണ്ടാമത്തെ കണ്ണും അടച്ചു. And pretended to be falling asleep. എന്നിട്ട് pretended എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, ഉറങ്ങുന്നതായി അഭിനയിച്ചു. Still they took no notice of him. അപ്പോഴും അവരാരും ഇവനെ ശ്രദ്ധിച്ചില്ല. He saw his two brothers and his sister lying on the plateau dozing with their heads sunk into their necks. അവൻ നോക്കുമ്പോൾ എന്താണ്? അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ആ പ്ലാറ്റ്യൂവിൽ ഡോസിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്ലീപ്പ്, ചെറുതായി മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹെഡ് എങ്ങനെയാണ്? തല ഇങ്ങനെ നെക്കിനകത്താക്കിയിട്ട്, സാധാരണ പക്ഷികൾ എങ്ങനെയാണ് ഉറങ്ങുക അതുപോലെ. ഹിസ് ഫാദർ വാസ് preening the feathers on his white back. ഫാദർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പ്രീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ്, അതിൻ്റെ പുറകിലുള്ള ഫെദേഴ്സൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ആകെ അവൻ്റെ അമ്മ മാത്രമേ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദി പ്ലാറ്റ്യൂ, ഹർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. അമ്മ എവിടെ നിന്നിരുന്നത്? പ്ലാറ്റ്യൂവിലുള്ള ചെറിയ ഉയർന്ന പ്രതലത്തിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്, ബ്രസ്റ്റ് ഇങ്ങനെ കുറച്ച് മുന്നിലോട്ടാഞ്ഞിട്ട്. Now and again she tore at a piece of fish that lay at her feet. അമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കാലിലിങ്ങനെ കുരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഷ്ണം കഷ്ണാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. Now and again she tore at a piece of fish that lay at her feet. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാലുകളിൽ ഇങ്ങനെ കുരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കഷ്ണത്തെ ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. And then scraped each side of her beak on the rock. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ആ പാറക്കഷ്ണത്തിൽ അവളുടെ കൊക്ക് ഇങ്ങനെ, ബീക്ക് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഉരസിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. The sight of the food maddened him. ആ ഭക്ഷണത്തിന്റെ കാഴ്ച സീഗളിനെ എന്താക്കി? maddened എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിപ്പിച്ചു. How he loved to tear food that way, scraping his beak now and again to wet it. നമ്മുടെ യങ് സീകളും എങ്ങനെയാണ്? അതുപോലെ തന്നെ ഫിഷിനെ ഇങ്ങനെ ടയർ ചെയ്യാനൊക്കെ എത്ര ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ കൊക്കും ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ലല്ലോ. വെറ്റിറ്റ് എന്ന് പറഞ്ഞാൽ, വെറ്റ് എന്ന് പറഞ്ഞാൽ മൂർച്ച കൂട്ടുക. ഹി അട്ടേഡ് എ ലോ കാക്കിൾ. കാക്കിൾ എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ ശബ്ദം, ഒരു ചെറിയ ശബ്ദമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഹിസ് മദർ കാക്കിൾഡ് ടു.
മദർ തിരിച്ചും ശബ്ദം ഉണ്ടാക്കി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. എന്നിട്ട് ഈ സീഗളിനെ നോക്കി. ഗ ഗ ഗ ഹി ക്രൈഡ് ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. സീകള് അമ്മയോട് യാചിക്കാണ് ഒരു കഷ്ണം ഫുഡ് കൊണ്ടുവന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട്. അതാണ് ആ ശബ്ദത്തിൻ്റെ അർത്ഥം. ഗൗള ഷി സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. അമ്മ വേറൊരു ശബ്ദത്തിലൂടെ അവളെ പരിഹസിക്കുകയാണ്. മോക്കിംഗ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. പ്ലെയിൻറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ദയനീയമായി. സീകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ദയനീയ സ്വരത്തിൽ. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേഡ് എ ജോയ്ഫുൾ സ്ക്രീം. അപ്പം ദയനീയമായ സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം അതൊരു ജോയ്ഫുൾ സ്ക്രീമായിട്ട് മാറി, സന്തോഷത്തോടെയുള്ള ശബ്ദമായിട്ട് മാറി. അതിനെന്തായിരിക്കും കാരണം?